പുലർച്ചയ്ക്ക് ഒരു 4 മണിക്ക് തുടങ്ങിയ മഴയാണ് കേട്ടോ. ഭയങ്കര കാറ്റും ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ദാ മുറ്റത്തിൻ്റെ അവസ്ഥ കണ്ടോ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുക തന്നെയാണ്. മുറ്റം നിറയെ വെള്ളം. ഇന്ന് മുറ്റം നടിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് മുറ്റടിക്കുക. ഞാനെന്തായാലും രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ചായയൊക്കെ കുടിച്ചതാ മഴയത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇതാണിപ്പോൾ എൻ്റെ പണി. അതല്ലാതെ വേറെ പണിയൊന്നുമില്ലല്ലോ. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു കുഴപ്പമില്ല, മഴയും കണ്ടിങ്ങനെ ഇരുന്നാൽ മതി. പക്ഷേ ജോലിക്ക് പോകുന്നൊരവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മഴയും കാറ്റൊക്കെ ആയാൽ എങ്ങോട്ടും പോകാൻ കഴിയില്ലല്ലോ അല്ലേ. ഞാനേതായാലും കുറച്ച് നേരം ഇങ്ങനെ മഴ നോക്കി നിൽക്കുകയാണ്. മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷേ ജോലിക്ക് പോകുന്നവർക്കല്ലേ ബുദ്ധിമുട്ട്. ഞാനേതായാലും കുറച്ച് നേരം ഇങ്ങനെ മഴേനെ ഇങ്ങനെ നോക്കി നിട്ടോ. പക്ഷേ മുറ്റത്ത് വലിയ സൗന്ദര്യമൊന്നുമില്ല. ഇങ്ങനെ മഴ ഇങ്ങനെ നിറഞ്ഞ് വെള്ളമൊക്കെ നിറഞ്ഞിങ്ങനെ നിന്നിട്ട്. അപ്പം ഇനി ഏതായാലും 11 മണിക്ക് ചായ കുടിക്കുമ്പോൾ നല്ല ചൂടോട് കൂടി നമുക്ക് നല്ലൊരു സാധനം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കപ്പ ഉണ്ട് കേട്ടോ അവിടെ കൊണ്ടുവന്നിട്ടത്, നല്ല കപ്പക്കിഴങ്ങ്. അപ്പോൾ അത് കുത്തി അരിയാണ്. അതിൻ്റെ കൂടെ നല്ല കുഞ്ഞ് മത്തി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മത്തി മുളകിട്ടതും കപ്പ പുഴുക്കും, അതാണ് ഈ നല്ല മഴയത്ത് ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അങ്ങനെ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി കൊത്തി അരിയാണ് കേട്ടോ. അതിനിടയിൽ ഞാൻ മത്തി എല്ലാം നന്നാക്കി വെട്ടിക്കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി പുളിയൊക്കെ പിഴിഞ്ഞ് വെള്ളമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല മസാലയാക്കി ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പ വെക്കുന്നതിൻ്റെ മുൻപ് ആദ്യം മീൻകറിയാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പോൾ കിഴങ്ങൊക്കെ കുത്തി നുറുക്കി കഴുകി കലത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. അതിൻ്റെ മുൻപ് മത്തിക്കറി അങ്ങനെ തിളച്ച് മറിയുന്നുണ്ടോ. അങ്ങനെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ നിർത്താതെ പെയ്യുന്ന മഴയിൽ നല്ല ചൂടോട് കൂടി കഴിക്കാൻ നല്ല ചൂട് കപ്പ പുഴുക്കും നല്ല എരിവുള്ള മുളകിട്ട നല്ല മത്തിക്കറി. ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ ഇങ്ങനെ കപ്പ പുഴുക്കും മത്തിക്കറിയും കഴിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഓടി വന്നോളൂ കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. എനിക്കിങ്ങനെ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് 11 മണിക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് കേട്ടോ ഇത്. നല്ല കപ്പപ്പുഴുക്കും നല്ല മത്തിക്കറിയും, അതിൻ്റെ കൂടെ നല്ല തിളപ്പിച്ചാറിയ ചൂടുവെള്ളം. ഇവിടെ എല്ലാവരും കട്ടൻ ചായ കേട്ടോ കഴിക്കാറ്. പക്ഷേ ഞാനിതിൻ്റെ കൂടെ നല്ല തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ കുടിക്കാറ്. അല്ലെങ്കിൽ കഞ്ഞിയും കപ്പയും മത്തിയും നല്ല കോമ്പിനേഷൻ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. താങ്ക് യു.